24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ 12ാമത്തെ വീടിന്റെ താക്കോൽദാനം നടന്നു. വിലങ്ങറ സ്വദേശിയായ സുരേന്ദ്രനാണ് വീടൊരുങ്ങിയത്. 24 സീനിയർ കോർഡിനേറ്റർ സുരേഷ് വിലങ്ങറ താക്കോൽദാനം നിർവഹിച്ചു. ഒരുമിച്ച് സ്വപ്നം കണ്ട വീട്ടിലേക്ക് കയറുമ്പോൾ പ്രിയപത്നി ഒപ്പമില്ലാത്തതിന്റെ നിരാശയുണ്ട് സുരേന്ദ്രന്റെ മുഖത്ത്. വീട്ടിലേക്ക് കയറുമ്പോൾ കൂടെ അമ്മയില്ലല്ലോ എന്ന സങ്കടം മകൾക്കുമുണ്ട്. വേദനയിലും അടച്ചുറപ്പുള്ള സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. 24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ഭവന പദ്ധതിയിൽ കൊല്ലം ജില്ലയിലെ 12ാമത്തെ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് കൊട്ടാരക്കര വിലങ്ങറ നടന്നത്. 24 സീനിയർ കോർഡിനേറ്റർ സുരേഷ് വിലങ്ങറ വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. ഇതിനകത്ത് പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിന് പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടും വളരെയധികം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയില്ലാത്തതിന് ഒരു വിഷമോ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ഇതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചത്. 5 സെന്റ് സ്ഥലത്തായിരുന്നു സുരേന്ദ്രൻ സുജാത ദമ്പതികൾ നേരത്തെ താമസിച്ചിരുന്നത്. ഇളയ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിറ്റു. പിന്നീട് താമസം വാടക വീടുകളിലായി. അതിനിടെ സുരേന്ദ്രന്റെ ആരോഗ്യം മോശമായി. ചികിത്സകൾക്കായി വലിയ തുക ചെലവഴിക്കേണ്ടതായും വന്നു. ആദ്യമായിട്ട് ഇതിന് നന്ദി പറയാനുള്ളത് ഈ ഒരു വസ്തു ഇഷ്ടദാനം നൽകിയ നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ മുഖത്തിലും വളരെ പ്രശസ്തമായി നിൽക്കുന്ന ശ്രീ അനിൽകുമാർ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സാണ് ഇങ്ങനെയൊരു വീട് ഇവിടെ ഒരു പൂവണിയാനായിട്ടുള്ള ഒരു സ്വപ്നത്തിന് തുടക്കം. സുജാതയുടെ ആഗ്രഹം കണ്ടറിഞ്ഞ 24 കുടുംബം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് കുടുംബത്തിന് ഭവനമൊരുക്കാൻ തീരുമാനിച്ചു. NSS കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ നൽകിയ ഭൂമിയിൽ വീടൊരുങ്ങി. നല്ല ഭവനം ഒരു പാവപ്പെട്ട കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിലതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ടെങ്കിൽ പോലും ഒരു ദുഃഖം ഇന്ന് ഞങ്ങൾ തളം കെട്ടി നിൽക്കുന്നത് അതിൻ്റെ യഥാർത്ഥപ്പെട്ട ആൾ, അതായത് ഇത് ആവശ്യപ്പെട്ട് ദിവസവും നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഞാനുമായിട്ടും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ട് നടന്ന ഒരു ഞങ്ങളെയൊക്കെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു സഹോദരി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറെ വേദനാജനകമായൊരു കാര്യം. 24 കണക്ട് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റാവുത്തറാണ് റിബൺ മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് ഇന്ന് അവർക്ക് അടച്ചുറപ്പുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളിയുടെ സംയുക്തമായ ഇടപെടലിൽ കൂടി കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഈ നിമിഷത്തിൽ സന്തോഷം പങ്കിടുകയാണ്. വീടിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് രോഗബാധിതയായി സുജാത ജീവിതത്തോട് യാത്ര പറഞ്ഞത്. കുടുംബത്തിന്റെ സന്തോഷത്തിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും പങ്കാളികളായി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.